നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. മണ്ണയ്ക്കാട് ദേവീക്ഷേത്രത്തിൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടു കാണും. കോട്ടൂർ അഗസ്ത്യകൂട വനത്തിനുള്ളിലെ വിളാവിള ഉന്നതിയിൽ നിന്നും ഏകദേശം 26ഓളം പേരാണ് മണ്ടയ്ക്കാട് ദേവീക്ഷേത്രം കാണാൻ എത്തിയത്. ദേവീക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇനി അവരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നേരെ പോയി കടൽ കാണുക, കടലിൽ നിന്ന് മീൻ വാങ്ങി കറി വെച്ച് അതിനെ കഴിക്കുക, അതിനുശേഷം നേരെ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കടലിൻ്റെയും മീൻ വാങ്ങുന്നതിൻ്റെയും അതിൻ്റെ പാചകവും ആഹാരം കഴിക്കുന്നതിൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഇന്ന് ഒട്ടും മീനില്ല. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ ചേട്ടനെ വിളിച്ച് ഓട്ടോയിൽ നേരെ കുളച്ചൽ പോവുകയാണ്. കുളച്ചൽ പോയി മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. മണ്ടയ്ക്കാട് നിന്ന് 3.25 കിലോമീറ്ററാണ്, അതായത് 3.25 കിലോമീറ്ററാണ് കുളച്ചൽ മാർക്കറ്റിലേക്ക്.
കപ്പ, ചോറ്, ചാള, മീൻകറി, നാടൻ ചാള കിട്ടി. കുളച്ചല്ല നാടൻ ചാള. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. മത്തിക്കറി സൂപ്പറായിരുന്നു. നാടൻ ചാള ഇത് എത്ര പ്രാവശ്യം വാങ്ങിച്ചത്? ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ഞാനും സൂര്യനോടെ കഴിച്ചത്. ദേവിയാണ് ഇവിടുത്തെ പാചക മെയിൻ കേട്ടാ. പ്ലാവിള ഉന്നതിയിലെ ദേവി അച്ചാറുണ്ടാക്കി കൊണ്ടുവന്നു. മാങ്ങ പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ്. ഫുഡ് കഴിച്ചാടേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പറായിരുന്നാ? ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞ അഴിക്കുന്നാണ് പറഞ്ഞത്. പറ എന്തിനാണെന്ന് പറ. എന്തിനൊക്കെ കഴിച്ചു? നീ എന്ത് കഴിച്ചേ? മീനും. ചോറ് കഴിച്ചില്ലേ? ചോറ് കഴിച്ചില്ലേ? നിങ്ങളെ കഴിച്ചായിരുന്നോ? പച്ചവെള്ളം കുടിച്ചു. ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നല്ല മീനാണ്. ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു മീൻ കഴിക്കുന്നത്. അപ്പോഴേ ആകാരം അമ്മയോട് ചോദിച്ചു. കുറച്ചല്ല ചാള മീൻ എങ്ങനെയുണ്ട്? അവിടെ ചോദിച്ചാൽ മോളുടെ എങ്ങനെയുണ്ട്? ആഹാരം എങ്ങനെയുണ്ട്? ആരാണ് പാചകം? അവിടെ പോട്ടെ. കൊള്ളായിരുന്നു. ചോറ്, മരച്ചിനി, മീന്, ചാള മീൻ സൂപ്പറായിരുന്നു. ഇവിടെ മരിച്ചിനി, ചോറ്, ചാളമീൻ സൂപ്പർ. കോഴി കുഴപ്പമില്ല, കൊള്ളായിരുന്നു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എന്തിനാ? അച്ചാറ് കുറവായിരുന്നു. അച്ചാറ് കുറവായിരുന്നോ? കൊള്ളായിരുന്നു. എന്തിന്? നീ എന്തിനു കഴിച്ചേന്? മരിച്ചിനി വേറെന്തായിരുന്നു? മീൻകറി. മീൻകറി മരിച്ചിനി സൂപ്പറായിട്ട് അടിപൊളി. ഒന്നും പറയില്ല. പച്ച മീൻ അടിപൊളി. ആഹാരം സൂപ്പർ. മിച്ചവും വന്ന് സാധനങ്ങൾ എല്ലാവർക്കും തൃപ്തിയായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആയി കാണും. അപ്പം ഇതാ ബാക്കി മിച്ചം വന്ന ചോറൊക്കെ കൂടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? പുഴുങ്ങിയ കപ്പ, ചോറ്, മീൻകറി, അച്ചാറ് എല്ലാം സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് ദേവി? ഞാനാണല്ലോ വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊള്ളാമെന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാം സൂപ്പറായിരുന്നു, അടിപൊളി. എങ്ങനെയുണ്ട്? എന്തിനാണ്? എന്തിനാ? മീൻകറി, അവിച്ച മരിച്ചിനി, ചോറ്, അച്ചാറ്. നിങ്ങൾ വെച്ചോണ്ടാണോ നല്ലതെന്ന് പറയണേ? അല്ല, നമ്മുടെ ദേവി ചേച്ചി വെച്ചതുകൊണ്ടാണ്. സൂപ്പറായിരുന്നു. അപ്പോഴേ പ്ലാവിള വില്യാൻകാണിയുടെ അനുജത്തിയാണ്, എൻ്റെ അനുജത്തി അനുജത്തിയാണ് ദേവി. ദേവിയാണെന്ന് ഇതിൻ്റെ ട്രിപ്പിൻ്റെ ഓർഗനൈസറും പാചകവും എല്ലാം. വില്യാൻ്റെ നിയന്ത്രണമാണെങ്കിലും ഇന്നത്തെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ദേവിയാണ്. അപ്പോൾ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.